ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മിനി റോസസുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റോസ് ഫ്ലവർ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതൊരു ഡബിൾ കളർ റോസാണ്. ഇതിൽ നമ്മൾ ഓറഞ്ച് കളർ മാത്രമാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീം കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു സ്ക്വയറാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്. ഇതേമാതിരത്തെ 22 സ്ക്വയേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് പെറ്റലിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്ക്വയർ എടുത്ത ശേഷം ഇതിന് നമ്മൾ പകുതിയിട്ട് മടക്കാം. എന്നിട്ട് ഏകദേശം അതിൻ്റെ ഒരു സെൻറ്റർ ഇവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നിന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. മുകളിൽ നിന്നൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേമാതിരിയാണ് നമ്മൾ ഈ ഒരു പെറ്റൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേമാതിരിയുള്ള 22 പെറ്റൽസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നത് നോക്കാം. പെയിൻറ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെറ്റൽസിൽ ഒരു 4 പെറ്റൽസോ ഒരു 3 പെറ്റൽസോ എടുത്ത ശേഷം അത് ഈ വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യണം. ഈ വാട്ടറിൽ ഡിപ്പ് ചെയ്ത ശേഷം ഇതേമാതിരത്തെ ഈ റോൾ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഒരു ടവൽ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൽ ഓരോ പെറ്റൽസ് വീതം സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇത് പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. ഒരു ഓറഞ്ച് കളർ എടുത്ത് ഇതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരി ഫുൾ പെറ്റൽസും ഇതേമാതിരി നമ്മൾ പെയിൻറ് ചെയ്തെടുക്കണം. ഇതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കണം. ഡ്രൈ ആയ ശേഷം നമ്മളിത് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ളൊരു പെറ്റലാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യോൾ ടൂൾ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേമാതിരി ഒരു ടവൽ എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗം എടുത്ത ശേഷം നമ്മളിതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ പുറകോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. വേവ് ഷേപ്പാണ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ സൈഡിൽ ഇതിൻ്റെ പിറകോട്ട് ഇതിങ്ങനെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരിയാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതേമാതിരിയാണ് നമ്മൾ ഈ ഒരു പെറ്റൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതേമാതിരി ഫുൾ പെറ്റൽസ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കിതിന് ഈ ഒരു റോസ് ഫ്ലവറിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ടോട്ടൽ 5 ലീവ്സാണ് നമുക്ക് വേണ്ടത്. അതിൽ ഒരു ലീഫ് മാത്രം കുറച്ച് വലുതായിരിക്കണം. ബാക്കിയുള്ള 4 ലീവ്സും ചെറിയ ലീവ്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നെയാണ് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ വലിയ ലീഫിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്ററും ഉള്ള ഒരു ഗ്രീൻ കളർ പേപ്പറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് വലിയ ലീഫിന് വേണ്ടിയിട്ടാണ്. ഇനി ചെറിയ ലീഫിന് വേണ്ടിയിട്ട് 7 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്ററും വരുന്ന ഇതേമാതിരിയുള്ള ഒരു പേപ്പറാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേമാതിരി ഒരു വയർ വെച്ചിട്ട് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
അതേമാതിരി ചെറിയ ലീഫിലും ഇതേമാതിരി തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ചെറിയ ലീഫ് നമുക്ക് ഫോർ പീസസ് വേണം. ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഏർപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കണം. എന്നിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതിങ്ങനെ യോജിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഷേപ്സ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലീവ്സിന് കുറച്ച് ഷേപ്പ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ സ്മോൾ ബോൾ ടൂൾ ഉപയോഗിച്ച് ഇതിലേറ്റവും വലിയ ലീഫ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഈ ചെറിയ ലീഫ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു വലിയ ലീഫ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഈ ചെറിയ 2 ലീഫ് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 2 സൈഡിലേക്ക് ഒന്ന് വെക്കാം. അതിനുശേഷം അടുത്ത 2 ലീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ലീഫ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവറിൻ്റെ ബഡ് റെഡിയാക്കി എടുക്കണം. ആ ബഡിലേക്കാണ് നമ്മളിതിൻ്റെ ഓരോ പെറ്റൽസും വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു വയർ എടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് എടുക്കേണ്ടത് 60 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ വിട്ടും വരുന്ന ഇതേമാതിരത്തെ ഒരു സ്ട്രിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്ക് ഗ്ലൂ ചെയ്തിട്ട് ഇതിലിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് താഴെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് താഴെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ ബഡിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പെറ്റൽസ് വീതം വെച്ച് കൊടുക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ 2 പെറ്റൽസ് എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലൂ നന്നായിട്ട് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ഫസ്റ്റ് പെറ്റലെടുക്കാം. ഫസ്റ്റ് പെറ്റലെടുത്ത ശേഷം അതിൽ ഫുള്ള് കവർ ചെയ്യുന്ന തരത്തിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പെറ്റലെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏകദേശം സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം അടുത്ത പെറ്റൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 2 പെറ്റൽസ് ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ 2 കവർ ചെയ്യുന്ന തരത്തിൽ സ്റ്റിക്ക് ചെയ്തു. പിന്നെ 2 പെറ്റൽസാണ് ഓവർലാപ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പെറ്റൽ ഇതേമാതിരി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 4ാമത്തെ പെറ്റലാണ്.
ഇത് അഞ്ചാമത്തെ പെറ്റലാണ്. ഇത് ആറാമത്തെ പെറ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്റർ ഇവിടെ റെഡി ആവുന്നുണ്ട്. അതായത് 6 പെറ്റൽസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ സെൻറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ബഡ് കവർ ചെയ്യുന്നതിന് വേണ്ടി 2 പെറ്റൽ ഉപയോഗിച്ച് കവർ ചെയ്തു. പിന്നെയാണ് ഈ 6 പെറ്റൽ നമ്മൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത പെറ്റൽസ് വെക്കുന്ന സമയത്ത് ഇതിന് കുറച്ച് മുകളിലായിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഇവിടുന്ന് കുറച്ച് മുകളിലായിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അവിടെ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നില്ല. 2 സൈഡിൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തതിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി അടുത്ത പെറ്റൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഇത് മൂന്നാമത്തെ പെറ്റലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു പെറ്റൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിവിടെ അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പെറ്റൽ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്, അതിൻ്റെ ഇവിടെ കവർ ചെയ്യുന്ന വിധത്തിൽ വേണം അടുത്ത പെറ്റൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരേ ലെവലിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ ഈ ഒരു പകുതിയിൽ നിന്ന് തുടങ്ങി അടുത്ത പെറ്റൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഈ ഒരു അടുത്തൊരു റൗണ്ടിൽ നമ്മൾ 3 പെറ്റൽസ് ഇതേമാതിരി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ കാണാൻ കഴിയും. ഈ ഗ്യാപ്പ് ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് അടുത്ത പെറ്റൽ എടുത്ത ശേഷം ഇവിടെ വേണം ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ അടുത്ത പെറ്റൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അടുത്ത പെറ്റൽ നേരെ ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് താഴെയായിട്ട് വേണം ഈ ഒരു പെറ്റൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ത്രീ 3.5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതിനിങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കാം. അതിനുശേഷം
ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യാം. ഇമാതിരി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് നമ്മൾ ചെറുങ്ങനെ ഷേപ്പ് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ സെപ്പൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഫുള്ള് കവർ ചെയ്യുന്ന തരത്തിൽ സെപ്പൽസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ റോസസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ലീഫ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.